ക്രൈസ്തലോ സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. ഇന്നു മണ്ണിതിൽ സിയോൻ യാത്രയിൽ എന്നും കിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തേരുവേദനകൾ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺവാട്ടി പോ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവര തില്ല പാരിൽ വിശ്രാമാവും. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ. ആശയേറും നീ അങ്ങേ കാണുവാൻ ആമേനേശുവേ വാരണേ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 139 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കേയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കുന്നു, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒന്നുപോലെ തന്നെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തടസ്സങ്ങൾ എന്നതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് അല്പമായി ചിന്തിക്കാം. അതിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 3 തിരുവചനം. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ സക്കായി ശ്രമിച്ചതായിട്ടുള്ള വാക്യമാണ് ഇവിടെ കാണുന്നത്. സക്കായി എന്നാൽ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. യേശു ആരാണെന്നും എങ്ങനെയുള്ളവൻ എന്നും കാണാൻ അവൻ ആഗ്രഹിച്ചു എന്ന് ലൂക്കോസ് 19:2, 3 വാക്യങ്ങളിൽ കാണുന്നു. അനേകരും യേശുവിനെ അന്വേഷിക്കുന്നു, എന്നാൽ അവനെ അറിയുന്നതിൽ അല്പം പോലും ഉത്സുകരല്ല. യേശുവിനെ അറിയുക എന്നത് യേശുവിൻ്റെ ജീവിതവും സ്വഭാവവും അറിയുക എന്നതാണ്. യേശുവിനെ കാണുവാൻ സക്കായിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും യേശുവിന് ചുറ്റുമുള്ള പുരുഷാരം അതിന് തടസ്സമായിരുന്നു. അത് ഇന്നും അങ്ങനെ സത്യമാണ്. യേശുവിനെ കുറിച്ചുള്ള വചനങ്ങളെയും അന്വേഷിക്കുന്ന പരമാർത്ഥികളായ അനേക ജനങ്ങളുണ്ട്. എന്നാൽ യേശുവിനോടും സഭയോടും അടുത്തിരിക്കുന്നു എന്ന് ഭാവിക്കുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ തന്നെ യേശുവിനെ അറിയുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുന്നു എന്നതാണ് നിർഭാഗ്യകരം. ക്രിസ്ത്യാനികളെന്ന് ഭാവിക്കുന്ന അനേക ദൈവമക്കളും ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നില്ല. ഇത് മുഖാന്തരം സക്കായിയെ പോലെ പരമാർത്ഥികളായ മനുഷ്യർക്ക് പുരുഷാരം വ്രണപ്പെടുത്തുകയോ യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് തടസ്സം നിൽക്കുകയോ ചെയ്യുന്നു. സക്കായിയുടെ മറ്റൊരു തടസ്സം താൻ വളർച്ചയിൽ കുറിയവൻ ആയിരുന്നു എന്നതാണ്.
ദീർഘവർഷമായിട്ടും ആത്മീകമായ വളർച്ചയില്ലാതെ മുരടിച്ച അവസ്ഥയിൽ ആയിരിക്കുന്ന അനേകം ദൈവമക്കൾ ഉണ്ട്. ആത്മീയമായ വളർച്ച കുറവ് യേശുവിനെ കാണുന്നതിനും അറിയുന്നതിനും തടസ്സമായിരിക്കുന്നു. അതുകൊണ്ട് തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൽ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കണം എന്ന് എഫേസ്യർ 4:13-14 വാക്യങ്ങളിൽ കാണുന്നു. മാതൃകാ ജീവിതം ഇല്ലാത്ത ദൈവമക്കളോ യേശുവിന് ചുറ്റുമുള്ള പുരുഷാരമോ നമ്മുടെ ആത്മീയ വളർച്ചയുടെ കുറവോ യേശുവിനെ കാണുന്നതിനും അറിയുന്നതിനും തടസ്സം ആകാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. കർത്തൃ ശുശ്രൂഷകരുടെ സഹായത്താൽ നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും മുകളിലൂടെ കയറുവാൻ സക്കായിയെ പോലെ നമുക്കും ശ്രമിക്കാം. അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ നോക്കി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഐസിന്റെ ഒരു ദിനം കൂടി നോട്ടിത്തന്ന കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സമാധാനങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളെപ്പോലെ ഈ പാൽക്കാലം കാണാമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർക്ക് കാണുവാൻ കഴിയാതെ കഴിഞ്ഞ രാത്രികളിലും പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം കർത്താവെ. വിവിധ വിഷയങ്ങൾ പ്രാർത്ഥന ആയിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമാനിക്കാൻ നന്ദി പറയുന്ന കർത്താവെ, സകല ജനത്തെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനം പോലെ യേശുവിൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കും, പാലിക്കും. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ ശുശ്രൂഷകളും അനുഗ്രഹിക്കണം. സുവിശേഷ വിരോധികൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിനും കർത്താവ് ഈ പ്രതികൂല ഘട്ടം തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ അങ്ങ് പകരണം. മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവ് യേശുവിലൂടെ വിടുതൽ, ആശ്വാസം പ്രാപിപ്പാൻ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്ന ദൈവത്തിന്റെ വചനം പോലെ കർത്താവേ നാഥാ, പിശാചിന്റെ ബന്ധനങ്ങൾ അഴിച്ച് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കണപ്പാ. പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അനുഗ്രഹിക്കുക, പാലിക്കുക, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.